അമേരിക്കയിലെ പ്രമുഖ വ്യവസായിയും ഫൊക്കാന സ്ഥാപക പ്രസിഡന്റുമായ ഡോക്ടർ അനിരുദ്ധൻ മാധവൻ അന്തരിച്ചു. വിവരങ്ങളുമായി ശരത് ലാൽ ഉണ്ട്. ശരത് ലാൽ, എപ്പോഴായിരുന്നു, എവിടെ വെച്ചായിരുന്നു അന്ത്യം? വിശദാംശങ്ങൾ. വളരെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നഷ്ടം എന്ന് പറയാം. കാരണം കേരളത്തിന്റെ നിരവധി പ്രശ്നങ്ങളിലും കാര്യങ്ങളിലും അമേരിക്ക ഇടപെട്ട ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ അനിരുദ്ധ മാധവൻ. ഫൊക്കാനയുടെ ആദ്യത്തെ സ്ഥാപക അധ്യക്ഷൻ എന്നതിലുപരി കേരളത്തിന്റെ എല്ലാ വിഷയങ്ങളും നേരിട്ട് ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ഷിക്കാഗോയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 83 വയസ്സായിരുന്നു. അദ്ദേഹം കേരളത്തിൽ പ്രവാസി ഭാരതീയ അവാർഡ് അടക്കമുള്ള നിരവധി പുരസ്കാരങ്ങൾ ഇന്ത്യൻ സർക്കാരിൽ നിന്ന് അദ്ദേഹം നേടിയിട്ടുണ്ട്. കേരളത്തിലെ കൊല്ലം, കണ്ണൂർ കോളേജിലെ അധ്യാപകനായിരുന്ന അദ്ദേഹം പഴയ SFIയുടെ ആദ്യ രൂപമായ കേരള സ്റ്റുഡൻസിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. പിണറായി വിജയനോടൊപ്പം സംഘടനയിൽ പ്രവർത്തിയ വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ന്യൂട്രീഷൻ രംഗത്ത് അമേരിക്കയിലെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ കമ്പനി SN ഫുഡീസ് ന്യൂട്രീഷൻ സ്ഥാപനമാണ്. ന്യൂട്രീഷൻ സയന്റിസ്റ്റ് എന്ന രീതിയിലാണ് അദ്ദേഹത്തെ അമേരിക്ക ആദരിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു നഷ്ടം തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ആണവ കരാർ മുതൽ നിരവധി പ്രശ്നങ്ങളിൽ ഇന്ത്യയുമായിട്ട് ട്രേഡിൽ ബന്ധം സ്ഥാപിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു. നയതന്ത്ര ബന്ധത്തിൽ വളരെ അടിയുറച്ച വ്യക്തി കൂടിയായിരുന്നു ഡോക്ടർ അനിരുദ്ധ മാധവൻ. അസുഖമായ അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയിൽ ആശങ്ക രേഖപ്പെടുത്തുകയും പ്രമുഖ വ്യവസായം ഫൊക്കാന സ്ഥാപക പ്രസിഡന്റുമായ ഡോക്ടർ അനിരുദ്ധൻ മാധവൻ അന്തരിച്ചിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു ശരത് ലാൽ.